ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ മൂവി 2009 റിലീസ് ചെയ്യപ്പെട്ട ഓർഫൻ. ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ്. അവസാനം ഇതിൽ ഗംഭീരമായ ഒരു ട്വിസ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സെക്കൻഡേ ആവുള്ളൂ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ. അത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും സബ്സ്ക്രൈബ് പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കനും ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെ. അവള് വന്നിട്ട് പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകണം. പോകുന്ന വഴി മൊത്തം താഴെ ഫുൾ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടാകും. ഓപ്പറേഷൻ തിയേറ്ററിലാവട്ടെ ഡോക്ടറുടെയും നഴ്സിന്റെയും ബിഹേവിയർ കാണുമ്പോൾ ഇവർ MBBS എടുത്തിട്ട് തന്നെയാണോ ഡോക്ടർ പണിക്ക് വന്നത് നമുക്ക് ഡൗട്ട് അടിക്കും. കാരണം ആ നഴ്സ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ചോരയിൽ കുളിച്ച ആ ഒരു കുഞ്ഞിനെ അവരുടെ അമ്മന്റെ അടുത്ത് ഇങ്ങനെ നീട്ടിയിട്ട് പറയാണ്, ഇന്നാ പിടിച്ചോ നിങ്ങളുടെ മരണപ്പെട്ട കുഞ്ഞെന്ന്. എന്താ അല്ലേ? പക്ഷെ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആരും പേടിക്കണ്ട. ബട്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരാനുള്ള കാരണം ഇവളുടെ മൂന്നാമത്തെ കുട്ടി, അതായത് ഇവൾക്ക് 2 കുട്ടി ഓൾറെഡി ഉണ്ട്. മൂന്നാമത്തെ കുട്ടി ഇതുപോലെയാണ് മരണപ്പെടുക. അത് പറഞ്ഞാൽ ഇങ്ങനെ ചോരയെന്നല്ല, അവളുടെ വയറും തന്നെ അബോർഷനായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എപ്പോഴും ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ഡ്രീംസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രീംസ് വരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഇവളുടെ ഫാമിലി ഡോക്ടർ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഒരു കുട്ടിനെ കൂടെ ട്രൈ ചെയ്തുകൂടാ, ഇല്ലെങ്കിൽ വല്ല ഓർഫനേജിൽ നിന്ന് ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയും, ഓക്കെ ഞാൻ അതിനെപ്പറ്റി എന്തായാലും ആലോചിക്കാം, ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. നേരെ നമ്മുടെ മാക്സിനെ വിളിക്കുന്നു. മാക്സ് ആരാണെന്ന് വെച്ചാൽ ഇവളുടെ 2ാമത്തെ മോള്. ഭയങ്കര സുന്ദരിയാണ് കാണാൻ, പക്ഷെ അവളൊരു ഊമയാണ്, അതുപോലെ തന്നെ കേൾവി ശക്തിയും ഇല്ല. വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോയിൻ പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സ് വന്നിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവൾ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ എന്താ മാക്സ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇവര്. അപ്പോഴാണ് ഹസ്ബൻഡും ഇനിയൊരു മകനും ഉണ്ട്. മകന്റെ പേര് ഡാനി എന്നാണ്. അപ്പോൾ ഇവര് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സ്റ്റോറിയിലുള്ള ഫാമിലി. നൈറ്റ് അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നമ്മൾക്ക് എന്തുകൊണ്ട് ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്തുകൂടാ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് പറയും, എനിക്ക് അറിയുന്ന ഒരു ഓർഫനേജ് ഉണ്ട്, ആ സിസ്റ്റർ എനിക്ക് നല്ല പരിചയമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്യാം, നാളെ തന്നെ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് നാളെ പോവാണ്. അപ്പോൾ ആ സിസ്റ്റർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവരിനെ ഉള്ളിൽ കൂട്ടിയിട്ട് പോയിട്ട് ആ നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവിടെയുള്ള കുട്ടികളിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ മേലെ ഒരു ഭയങ്കര സോങ് കേൾക്കും. അപ്പൊ മേലെ എന്താന്ന് പറഞ്ഞിട്ട് പോയി നോക്കണം. അവിടെ ഒരു കുട്ടി ഒരു ക്യാൻവാസിൽ പാട്ട് പാടിക്കൊണ്ട് ഒരു പെയിന്റിങ് വരയ്ക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനും വരും. അപ്പൊ ഇവർ രണ്ടുപേർക്ക് ആ കുട്ടിനെ ഭയങ്കര ഇഷ്ടവും. അവളുടെ സംസാരവും അവളുടെ ഫേസിലുള്ള നിഷ്കളങ്കതയും ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആ കുട്ടിനെ ഇഷ്ടപ്പെടും. ആ കുട്ടിയുടെ പേര് എസ്തർ എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടിനെ തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്തുകൂടാ പറഞ്ഞിട്ട് ആ സിസ്റ്ററിനോട് ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കുട്ടിനെ കുറിച്ച് ആ സിസ്റ്റർ പറയാൻ തുടങ്ങുകയാണ്. റഷ്യയിൽ നിന്നാണ് എസ്തർ വന്നത്. ഇവളുടെ ഫാമിലിയുള്ള എല്ലാവരും ഒരു ഫയർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഈ കുട്ടി കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ കുട്ടി കാണിക്കുന്ന പോലെ തോന്നില്ല. ഭയങ്കര ക്ലീൻ ആയിരിക്കും, ഡിസിപ്ലിൻ ആയിരിക്കും, ഭയങ്കര അനുസരണയായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സിസ്റ്റർ അവളെ കുറിച്ച് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊരു പ്രശ്നമുണ്ട്. അവളുടെ കഴുത്തിലും കയ്യിലും ഒരു ബാൻഡ് ഇട്ടുണ്ടാവും. അത് ആരെങ്കിലും തൊട്ടാ അവൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും പറഞ്ഞു ആ സിസ്റ്റർ. ബട്ട് അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കില്ല. അത് ഇപ്പോൾ കുട്ടികൾക്കുള്ള ഒരു ഹാബിറ്റ് ആണല്ലോ പറഞ്ഞിട്ട് ഇവർ ഓക്കെ പറയാണ്. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിനെ ഇവരുടെ വീട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് എസ്തറിന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വീട്ടിൽ ഇങ്ങനെ മാക്സ് ഉണ്ട്, അവൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇതിനൊന്നും പറ്റില്ല, ആംഗ്യ ഭാഷയിലാണ്, നീ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സിമ്പിൾസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ വീടെത്തിയത് നമ്മുടെ എസ്തർ വന്നിട്ട് അവളിനെ കൊണ്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ്, നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, നമ്മൾ ഇനി ഒരുമിച്ചിരിക്കാൻ പോകുന്നു, ഞാൻ നിന്റെ സിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ്. അപ്പോൾ മാക്സിന് ഭയങ്കര സന്തോഷമാവും, എനിക്കൊരു സിസ്റ്റർ കിട്ടിയല്ലോ പറഞ്ഞിട്ട്. ബട്ട് നമ്മുടെ ഡാനി ഉണ്ടല്ലോ, ഡാനിക്ക് വന്നിട്ട് ഇവള് വന്നത് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് അവൻ പോകും. എസ്തർ വന്നുകൊണ്ട് തന്നെ അച്ഛൻ വന്നിട്ട് അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കും. അവളെ ഭയങ്കരമായിട്ട് കൊഞ്ചും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡാനിക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഡാനി അവിടെ നിന്ന് ടെൻഷനായിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു ട്രീ ഹൗസ് ഉണ്ട്, ട്രീ ഹൗസിലോട്ട് പോവാണ്. എസ്തർ വന്നിട്ട് നമ്മുടെ മാക്സിനെ സ്നോയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസം രാത്രിയാവുകയാണ്. മാക്സ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സീനിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഇടിമിന്നൽ പൊട്ടും. അതേ സമയത്ത് നമ്മുടെ എസ്തറിനെ അവിടെ കാണിക്കും. അവളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. കാരണം ഒരു പേ എഫക്റ്റിലായിരിക്കും അവളെ കാണിക്കുക. അവളും മാക്സും ചേർന്നിട്ട് അച്ഛനമ്മൻ്റെ റൂമിൽ പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട്, ഇടി പൊട്ടൊന്ന് കേൾക്കണം, നിങ്ങളുടെ കൂടെ കിടക്കട്ടെ പറഞ്ഞിട്ട് അവരുടെ കൂടെ കിടക്കണം. നമ്മുടെ എസ്തർ വന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ കിടക്കാൻ പറയും. അടുത്ത ദിവസം രാവിലെ വന്നിട്ട് ഇവള് സ്കൂളിലും ചേർത്തണമല്ലോ, അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ ഇവളൊരു പഴയൊരു ഡ്രസ്സ് ഇട്ട് വരും. അതുപോലെ തന്നെ കഴുത്തിൽ ആ ബാൻഡും കയ്യിൽ ബാൻഡൊക്കെ ഇട്ടിട്ട് വരും. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇടുന്നത് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്കും അതെല്ലാം ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയും ഞാൻ എനിക്ക് ജീൻസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അതൊന്നും ഇട്ടുകൂടാ പറയും. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ അമ്മയും
പറയും ഓക്കെ നീ ഇതിനെ ഇട്ടോ കുഴപ്പമില്ല പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണം. സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എസ്തറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ടീച്ചർ. അപ്പൊ അവിടെയുള്ള കുട്ടി വന്നിട്ട് ഇവളെ ഭയങ്കരമായിട്ട് കളിയാക്കും. അങ്ങനെ കളിയാക്കിയത് നമ്മുടെ എസ്തർ ഒരു നോട്ടം നോക്കും. നമ്മളെ പേടിക്കും. ഒരുമാതിരി ഒരു വില്ലത്തനമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് അങ്ങനെ പോകും. അതിനുശേഷം സ്കൂളിൽ നിന്ന് വന്നു ഇവർ അവിടെ ഐസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടറൊക്കെ ഐസ് പറഞ്ഞാൽ അവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെ നമ്മുടെ മാക്സിനെ വെച്ചിട്ട് എസ്തർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ കളിക്കാൻ പാടില്ല, ഇത് പൊട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ, പെട്ടെന്ന് ഉള്ളിൽ പോകും, വീട്ടിനുള്ളിൽ പോകുക പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ ഷൗട്ട് ചെയ്യണം. ഡാനി വന്നിട്ട് എയർ ഗൺ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവിടെ ഒരു പ്രാവ് വരും. പ്രാവിനെ അറിയാണ്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ തന്നെ ആ പ്രാവ് താഴത്ത് വീഴും. അതിന് പറക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ഇതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എസ്തറും മാക്സും അങ്ങോട്ട് വരും. നമ്മൾ അതിനെ ഗുണപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ എസ്തർ എന്ത് ചെയ്യും പറഞ്ഞാൽ ഡാനിന്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തിട്ട് എസ്തർ പറയാണ് ഇതിനെന്തായാലും ഇനി പറക്കാൻ പറ്റില്ല, നമുക്ക് ഇതിനെ സ്വർഗത്തിലോട്ട് അയക്കാം, നീ ഇത് ചെയ്യണം പറഞ്ഞിട്ട് ഡാനിനോട് പറയുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല പറയും. അപ്പൊ തന്നെ എസ്തർ ആ കല്ലെടുത്തിട്ട് അതിന്റെ തലയിലടിച്ച് അതിനെ കൊല്ലും. ആ ദിവസം രാത്രി വന്നിട്ട് എസ്തറിന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിന് ഒരു ബൈബിള് പോലെ കിട്ടും. ആ ബൈബിളിന്റെ ഉള്ളിൽ ഒരു ഫോട്ടോ ഉണ്ടാവും. ഇതാരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, ഒരുപക്ഷെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ട് അതങ്ങനെ ഉള്ളി എടുത്ത് വെക്കുമ്പോൾ ഇവളിൽ ആരും നോക്കിക്കൊണ്ടിരിക്കുന്ന മാതിരി തോന്നും. ഹീറോയിൻ ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഹീറോയിൻ അതിന് പോയതിന് ശേഷം നമ്മുടെ എസ്തർ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കും. അടുത്ത ദിവസം മോർണിംഗ് എസ്തർ സ്കൂളിൽ പോകുമ്പോൾ അവളുടെ കയ്യിലുള്ള ആ ബൈബിള് ഇവളെ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ആ ഒരു കുട്ടി ഉണ്ടല്ലോ, ആ ഒരു കുട്ടി വന്നിട്ട് ആ ബൈബിളിനെ തട്ടിവിടും. ഇവൾ വന്നിട്ട് ആ ബൈബിളിലുള്ള ഫോട്ടോസും പേജസും ഒക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ കഴുത്തിൽ ഒരു റിബൺ ഉണ്ടല്ലോ, ആ റിബണിനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്യും. ആ ഷൗട്ട് കേട്ടാ ആ സ്കൂൾ തന്നെ എല്ലാവരും അവളുടെ തിരിഞ്ഞു നോക്കും. അതിന്റെ അടുത്ത ദിവസം വന്നിട്ട് നമ്മുടെ എസ്തറിനെ ഹീറോയിൻ പിയാനോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ പറയും നീ സൂപ്പർ വായിക്കുന്നുണ്ടല്ലോ പറയും. അപ്പോൾ എസ്തർ പറയും ഇല്ല, ഞാൻ 11 മിസ്റ്റേക്സ് ഇവിടെ സംഭവിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ കറക്റ്റ് ആക്കാം എന്നൊക്കെ പറയും. എന്തായാലും ഇവള് ഭയങ്കര വിചിത്രമാണ് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കാണ് സ്കൂളിൽ എന്ത് നടന്നു എന്ന് എന്റെ പ്രിൻസിപ്പൾ വിളിച്ച് പറഞ്ഞു, എന്തുകൊണ്ട് നീ അത്ര ഷൗട്ട് ചെയ്യുന്നൊക്കെ ചോദിക്കുകയാണ്. എസ്തർ വന്നിട്ട് ഒന്നും പറയാണ്ട് അങ്ങനെ ഇരിക്കും. അവളിങ്ങനെ പറയാണ്ടിരുന്നതുകൊണ്ട് തന്നെ ശരി നമുക്കത് പിന്നെ സംസാരിക്കാൻ പറഞ്ഞിട്ട് അവൾക്കൊരു ഡയറിയിൽ കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, എല്ലാം ഓപ്പണായി സംസാരിക്കണം പറഞ്ഞിട്ട് ഹീറോയിൻ പറയാണ്. അതേസമയത്ത് എസ്തർ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ജെസിക എന്ന്. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഷോക്കും, ഇവൾക്ക് എങ്ങനെ ഇത് അറിഞ്ഞെന്ന്. അപ്പോൾ ജെസിക ആരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവളുടെ ഗാർഡനിലേക്ക് കൂട്ടിയിട്ട് പോവാണ്. ജെസിക വേറെ ആരുമല്ല, ആ മൂന്നാമത്തെ കുട്ടി മരിച്ചല്ലോ ഫസ്റ്റ് സീനിൽ കാണിച്ചില്ലേ, ആ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിന്റെ അവിടെ വന്നിട്ട് ആ കുട്ടിന്റെ ദഹിപ്പിച്ച ഭസ്മം ഉണ്ടാവും, അത് വെച്ചിട്ട് അവൾ അവിടെ ഒരു ചെറിയൊരു പൂച്ചെടി വെച്ചിട്ടുണ്ടാവും, റോസ് പൂ ഒക്കെ വെച്ചിട്ട്. ഇത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകളും വളർന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമാവും എസ്തറിന്. അപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചിട്ട് അതൊക്കെ ഓക്കെ ആവും, എനിക്കിപ്പോൾ നീ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര സന്തോഷത്തിലിരിക്കണം. അപ്പോൾ അതെന്തൊക്കെ സംഭവിച്ചു പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ഇവള് പറയാണ്. അപ്പോൾ ഇവർ തമ്മിൽ അവിടെ റൊമാൻസ് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ എസ്തർ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് എസ്തർ അങ്ങനെ പോകും. അടുത്ത ദിവസം മോർണിംഗ് നമ്മുടെ ഹീറോ ഈ കുട്ടികളിലേക്ക് വിളിച്ചിട്ട് പാർക്കിൽ പോവാണ്. അപ്പം നമ്മുടെ എസ്തർ വന്നിട്ട് അവളുടെ അച്ഛനെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് ഒരു സ്ത്രീൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവളെ എപ്പോഴുമേ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടി ഉണ്ടല്ലോ, ആ ഒരു കുട്ടിയും ആ പാർക്കിൽ കളിക്കാൻ വന്നിട്ടുണ്ടാവും. എസ്തർ അപ്പോൾ അവളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കും. അത് കണ്ടിട്ട് ആ കുട്ടി പേടിച്ചിട്ട് ആ ഒരു സ്റ്റോക്കിൽ തന്നെ അവളിങ്ങനെ വഴുക്കി കളിക്കില്ലേ സ്ലൈഡിങ്, അപ്പോൾ അതിലിങ്ങനെ കയറി പോവാണ്. ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ കയറി പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ എസ്തർ ഓടി വന്നിട്ട് അവളെ തള്ളിവിടും. തള്ളിവിട്ടതിന് ശേഷം എസ്തർ അവിടെ നിൽക്കും. അത് വന്നിട്ട് നമ്മുടെ മാക്സ് കാണും. ആ ദിവസം നൈറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോ അവളുടെ ചോദിക്കുകയാണ്, നീയാണോ ആ കുട്ടിനെ തള്ളിവിട്ടത്? അവളുടെ അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ പറഞ്ഞിട്ട് പറയുമ്പോൾ എസ്തർ ഭയങ്കര സാധു പോലെ മുഖം വെച്ചിട്ട് പറയും, ഞാനല്ല അവള് തന്നെ താഴത്ത് വീടുന്നാണ്, എനിക്കൊന്നും അറിയില്ല പറയും. അപ്പോൾ മാക്സിനോട് ചോദിക്കണം, മാക്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സ് പറയും ഇല്ല ഞാനും കണ്ടില്ല, അവള് തന്നെത്താൻ വീടുന്നാണ് പറഞ്ഞിട്ട് ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ്. കാരണം എസ്തറിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി, എസ്തറിനെ നഷ്ടപ്പെടണ്ട പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ ഡാനി വന്നിട്ട് എസ്തറിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും പറയും നീ ഇപ്പം തന്നെ സോറി കേൾക്കണം, അത് നിന്റെ സിസ്റ്ററാണ്, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പറയും. അപ്പോൾ ഡാനി സോറി പറയാണ്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ ഇത് ടെൻഷനായ നമ്മുടെ ഹീറോ ഇവന്റെ ഫേവറേറ്റ് ട്രീ ഹൗസ് ഉണ്ടല്ലോ ഇവർ എപ്പോഴും പോയിരിക്കുന്നത്, അതിനെ ലോക്ക് ചെയ്തിട്ട് നീ എപ്പോൾ സോറി പറയണോ അപ്പോഴേ ഈ ചാവി തരുള്ളൂ പറഞ്ഞിട്ട് ഹീറോ പോവാണ്. അടുത്ത ദിവസം ഇവർ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇവർക്കൊരു കോൾ വരും. അത് വേറെ ആരുമല്ല, ആ ഓർഫനേജിലുള്ള ആ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ വിളിച്ചപ്പോൾ എസ്തർ നോക്കി സിസ്റ്ററിനെ വിളിക്കുന്നത്, നീ സംസാരിക്കണോ ചോദിക്കുമ്പോൾ എസ്തർക്ക് ഇഷ്ടമാവില്ല, ഞാൻ സംസാരിക്കില്ല പറയും. ഓക്കെ എസ്തർ നീ കുറച്ച് ആപ്പിൾസ് എടുത്തിരുവാ, ഞാൻ സിസ്റ്ററിൻ്റെ കുറച്ച് സംസാരിക്കില്ല പറയും. കാരണം ഇവളിനെ കുറച്ച് അവിടെ നിന്ന് മാറ്റി നിർത്താനാണ്. എന്നിട്ട് ഇവള് പോയിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ്തർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ എന്ത് സംസാരിക്കുന്നത് പറയുന്നത് അവൾക്ക് മനസ്സിലാവും, ലിപ് മൂവ്മെന്റ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. മാക്സിനെ കൊണ്ട് എന്ത് സംസാരിക്കുന്നതെന്ന് എസ്തർ ചോദിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറയും ഓക്കെ ഞാൻ അവളുടെ റെക്കോർഡ്സ് കുറച്ചും കൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അവളുടെ എന്താണ് ബാക്കിലുള്ളത് എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ പറയണം. ആ ദിവസം രാത്രി നമ്മുടെ എസ്തർ വന്നിട്ട് പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് നീ എന്ത് ഇത്ര അടിപൊളിയായിട്ട് പിയാനോ പ്ലേ ചെയ്യുന്നു, ഇതെങ്ങനെ നീ പഠിച്ച്, ഞാൻ പഠിപ്പിച്ച് തരുമ്പോൾ എല്ലാം മിസ്റ്റേക്കായി നീ ചെയ്തല്ലോ പറഞ്ഞ് ചോദിക്കണം. അപ്പം നമ്മുടെ എസ്തർ പറയും, അപ്പോൾ അവളൊരു ഡയലോഗ് അടിക്കും, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തരാൻ പറഞ്ഞു, അപ്പം ഞാൻ പഠിക്കുന്ന പോലെ കാണിച്ചു, അല്ലാണ്ട് എനിക്ക് പ്ലേ ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മുടെ ഹീറോയിന് എന്തോ പോലെ തോന്നും. അപ്പോൾ ആ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ആ ഹസ്ബൻഡ് പറയും, ഇതൊന്നും നീ അത്ര വലിയ കാര്യം എടുക്കണ്ട, അവൾ നിന്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആവണം പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടാവും, പിന്നെ ആ പാർക്കിൽ നടന്ന കാര്യവും അതൊക്കെ കുട്ടികൾ തമ്മിലുള്ളതല്ലേ പറഞ്ഞിട്ട് അവൾക്ക് സപ്പോർട്ടായി സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, നിങ്ങൾ ആ ഒരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചല്ലോ, അതടക്കം എസ്തറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പറയും. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണമാരാണ് നമ്മുടെ എസ്തറാണ്. ഇവളുടെ ബാക്കിൽ എന്താ ഭയങ്കരമായ ഒരു സീക്രട്ട് നമുക്ക് ഇനി മനസ്സിലായിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്തേ ഉള്ളൂ. അടുത്ത ദിവസം രാവിലെ എസ്തർ വന്നിട്ട് കോളിംഗ് ബെൽ സൗണ്ട് ഇട്ട് ആരാണ് ഞാൻ നോക്കാൻ പറഞ്ഞിട്ട് ഡോറ് തുറക്കുമ്പോൾ അവൾക്ക് അവിടെ ഒരു ഷോക്ക്. കാരണം അത് നമ്മുടെ സിസ്റ്ററാണ്, ഓർഫനേജിത്തെ. അപ്പോൾ അവൾ വന്നിട്ട് ഈ പാരൻസിനോട് കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് ചെയ്തു തോന്നുന്നു, എസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. എസ്തർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രൈം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ റഷ്യയിലുള്ള ഓർഫനേജിനെ വിളിച്ച് ചോദിച്ചപ്പോഴും കുറേ സംഭവങ്ങൾ അവിടെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞത്. എനിക്ക് ഇവളുടെ മേലെ ഭയങ്കര ഡൗട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാരൻസ് എന്ന് പറയുമ്പോൾ ആ പാരൻസിൽ ഹസ്ബൻഡ് പറയും, എന്താണ് ഒരു 9 year old, അത് പറഞ്ഞു വെച്ചാൽ അവൾക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ, ഇവള് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഒരിക്കലും ഒരു കുട്ടിൻ്റെ മേലെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ക്രൈം നടന്നു പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ ആ സിസ്റ്റർ വേറൊരു കാര്യം കൂടെ പറയും. ഇതിനു മുമ്പ് റഷ്യയിൽ ഇവളുടെ പാരൻസ് ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചു പറഞ്ഞില്ലേ, അത് ശരിക്കും ഇവളുടെ പാരൻസ് അല്ല, അതും ഒരു അഡോപ്റ്റ് ചെയ്തിട്ടിരുന്ന ഒരു ഫാമിലിയാണ്, ഇവളിനെ അഡോപ്റ്റ് ചെയ്തിട്ട് പോയതാണ്. അപ്പോഴാണ് ഇവർക്കൊരു സംഭവം മനസ്സിലാവുക, ഇവളിനെ ചുറ്റി ഫുൾ നെഗറ്റീവ് ആണല്ലോ, നമ്മൾക്ക് ഒരു ഡോക്ടറിനെ കൗൺസിലിങ്ങിനെ കൂട്ടിയിട്ട് പോവാ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കണത് എല്ലാം നമ്മുടെ എസ്തർ അവിടെ നിന്ന് ഒളിഞ്ഞു കേട്ടു. അതിനുശേഷം നമ്മുടെ മാക്സിന്റെ അടുത്ത് പോയിട്ട് എസ്തർ ഇപ്പോൾ വന്നില്ല സിസ്റ്റർ, അവരെന്നെ കൂട്ടിയിട്ട് പോകും, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യല് ചോദിക്കുമ്പോൾ അങ്ങനെ മാക്സിനെ ബ്രെയിൻ വാഷ് ചെയ്യണം. കാരണം മാക്സിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഒരു സിസ്റ്റർ കിട്ടിയതിന്റെ ഭയങ്കര ഹാപ്പി ആണല്ലോ. അപ്പോൾ മാക്സ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറയണം. ഇവള് നേരെ അവിടുത്തെ ബേസ്മെന്റിൽ പോയിട്ട് ഒരു ചുറ്റിക എടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ട്രീ ഹൗസിന്റെ ചാവി കൊടുക്കും. മാക്സ് വന്നിട്ട് ഒരു ലോക്കറിന്റെ ചാവി കൊടുക്കും. അതെന്താ ലോക്കറിൽ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഗണ്ണുണ്ടാവും. ആ ഗണ്ണെടുത്തിട്ട് മാക്സിന്റെ നേരെ ഹെഡിൽ വെച്ചിട്ട് നമുക്ക് കളിച്ചാലോ പറഞ്ഞിട്ട് ഒരു സൈക്കോ പോലെ പറയണം. ഇതൊക്കെ കണ്ടിട്ട് മാക്സിന് ഒരുമാതിരി ടെൻഷൻ ആവും. ആ സിസ്റ്റർ അതേ സമയത്ത് അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ മാക്സും എസ്തറും എന്ത് ചെയ്യാണ് പറഞ്ഞാൽ ഇവര് പോണ ആ റൂട്ടിൽ ഫസ്റ്റേ പോയി നിന്നിട്ട് ആ സിസ്റ്റർ വരുമ്പോൾ മാക്സ് നീ അവിടെ പോയി വീഴുക, അപ്പൊ അവര് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ആ സിസ്റ്ററിനെ പേടിപ്പെടുത്താം, നമ്മൾ പേടിപ്പെടുത്തി പറഞ്ഞാൽ ഒരിക്കലും ആ സിസ്റ്റർ തിരിച്ചു വരില്ല പറഞ്ഞിട്ട് മാക്സിനെ കൺവിൻസ് ചെയ്യണം. പക്ഷെ മാക്സിന് ഭയങ്കര പേടിയുണ്ടാവും. ബട്ട് എസ്തറിനെ നഷ്ടപ്പെടണ്ടല്ലോ പറഞ്ഞിട്ട് മാക്സ് ഓക്കെ ഞാൻ ചെയ്യാ പറഞ്ഞിട്ട് ഇവര് ആ സിസ്റ്ററിന്റെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കാർ അവിടെ നിന്ന് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എസ്തറിന്റെ മൈൻഡ് അവിടെ മാറിയിട്ട് മാക്സിനെ റോട്ടിലോട്ട് തള്ളിവിടും. അപ്പൊ അവൾ അങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ സിസ്റ്റർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നിർത്തുകയാണ്. എന്നിട്ട് ആ കാറിന് വെളിയിൽ വന്നിട്ട് മാക്സ് നീ എന്താ അവിടെ കാണിക്കുന്നത് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ബാക്കിൽ ആരും നിൽക്കുന്ന പോലെ തോന്നും. അതെന്താണ് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എസ്തർ ആ ഹാമർ വെച്ചിട്ട് മണ്ടേ തന്നെ ഒരു അടി. ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ ടൈമില്ല, അവളുടെ കാലിൽ പിടിക്കുക പറഞ്ഞിട്ട് ആ സിസ്റ്ററിനെ അവിടെ നിന്ന് അങ്ങനെ വലിച്ചിട്ട് പോവാണ്. പക്ഷെ സിസ്റ്ററിന് കുറച്ച് ജീവൻ ഉണ്ടാവും. അവൾ അവിടെ നിന്ന് എണിക്കുമ്പോൾ ഇവൾ ആ ചുറ്റി എടുത്തിട്ട് വീണ്ടും ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും തലയിൽ തന്നെ. ചോര മൊത്തം അവളുടെ മേലെ തെറിക്കും. ഇവളെന്തോ ഒരു സൈക്കോ കില്ലർ റിപ്പർ രവി പോലെ അങ്ങനെ നടന്നു വരും. എന്നിട്ട് ഈ എവിഡൻസ് ഒക്കെ ഒരു ബാഗിൽ ഇട്ടിട്ട് ആ ഒരു ട്രീ ഹൗസിലെ ആ ട്രീ ഹൗസിന്റെ ഒരു ബേസ്മെന്റിൽ കൊണ്ട് അടച്ചു വെക്കും. മാക്സിനോട് പറയാണ് ഇതൊന്നും നീ വെളിയിൽ പറയാൻ പാടില്ല, ഇപ്പൊ ഇവിടെ മാത്രം നമ്മൾ ജീവനോട് വിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പോയിണ്ടാവും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് മാക്സിന് അങ്ങനെ ഒരുമാതിരി എമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അതിനുശേഷം ആ ട്രീ ഹൗസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മുടെ ഡാനി അവിടെ നിന്ന് ഒളിഞ്ഞു കാണും. ആ ദിവസം രാത്രി ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാക്സ് എന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ എസ്തർ നിൽക്കുന്നുണ്ടാവും, കഴുത്തിലൊരു കത്തിയും വെച്ചിട്ട് രാവിലെ എന്ത് കണ്ട് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയും ഞാൻ ഒന്നും കണ്ടില്ല, നീ മാക്സും ആ ട്രീ ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്നത് മാത്രമേ കണ്ടുള്ളൂ, അപ്പോൾ ഇതാൻ്റെ അടുത്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഡാനി പറയും ഇല്ല ഞാൻ എൻ്റെ അടുത്തും പറഞ്ഞില്ലേ പറയും, അതുവരെയാണ് എനിക്ക് ജീവൻ ഉണ്ടാവുക, ഇതാൻ്റെ അടുത്തെങ്കിലും പറഞ്ഞാൽ നീ ജീവനോടെ ഉണ്ടാവില്ല പറഞ്ഞിട്ട് എസ്തർ ഇവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം എസ്തറിനെ വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ ഡോക്ടർ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എസ്തർ നീ വെളിയിലിരിക്കും. എന്നിട്ട് ആ ഡോക്ടർ പറയും നിങ്ങളാണ് അവളിനെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്കാണ് എന്തോ പ്രശ്നമുള്ളതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂസ് ആവും. ഈ ഹീറോയിനൊക്കെ എന്തോ ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് പറയുമ്പോൾ ആ സീനിൽ തന്നെ കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണ്. ഇവള് വന്നിട്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭയങ്കരമായിട്ട് അവളെ ഷൗട്ട് ചെയ്തിട്ട് അവിടെ ഉള്ളതിനെയൊക്കെ തല്ലിക്കൊണ്ടേയിരിക്കും. ഇവള് 9 വയസ്സ് കുട്ടി പോലെ അവിടെ കാണിക്കില്ല, എന്തൊക്കെയോ അവിടെ ഉള്ളതിനൊക്കെ തല്ലും, ഭയങ്കര ഡിപ്രഷൻ ഫ്രസ്ട്രേഷൻ ആവും. എന്നിട്ട് ഇവരൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോയിന് ഒരു ഫോൺ കോൾ വരികയാണ് ഓർഫനേജിൽ
ഓർഫനേജിൽ നിന്ന് ഒരു സിസ്റ്റർ വിളിച്ചിട്ട് നിങ്ങളെ കാണാൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയും അവർ ഇവിടെ ഓർഫനേജിൽ എത്തിയിട്ടില്ല, എന്തായാലും നിങ്ങൾക്ക് അറിയോ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. കാരണം അവർ ഇവിടെ നിന്ന് പോയല്ലോ. ആ ദിവസം രാത്രി വന്നിട്ട് അവിടെയുള്ള പോലീസ് ആ സിസ്റ്ററിന്റെ ബോഡി കണ്ടുപിടിച്ചു. ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ എസ്തറിന്റെ റൂമാണ് കാണിക്കുന്നത്. അവൾ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ടുണ്ടല്ലോ, അവൾ അവിടെ ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ആക്കി കളിച്ചുകൊണ്ടിരിക്കും. ഓഫ് ആക്കുമ്പോൾ ഒരു ചിത്രം വരും, ഓൺ ആക്കുമ്പോൾ ഒരു ചിത്രം വരും. ഇവൾ കുറേ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ, അപ്പോൾ ഓഫ് ആക്കുമ്പോൾ ഫ്ലൂറസെന്റിൽ വരച്ചിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കാണിക്കും. അവിടെയുള്ള ഒരു UV ലൈറ്റിൽ നോക്കുമ്പോഴാണ് ആ ഡ്രോയിങ്ങിന്റെ എന്തോ ഇന്നർ ഡെപ്ത് ഉണ്ട്, ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചിരിക്കണം നമുക്കിപ്പോൾ മനസ്സിലാവില്ല. ഒരു 9 വയസ്സ് കുട്ടി ആരെങ്കിലും കൊല്ലാനുള്ള ടെൻഡൻസി വരുമോ പറഞ്ഞിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും അവളൊരു ചെറിയ കുട്ടിയാണ്, നീ എന്തിനാണ് അവളുടെ മേലെ ഇത്ര വലിയ കേസൊക്കെ ഇടുന്നത്, അവൾ ചെറിയ കുട്ടിയാണ് പറയും. പക്ഷേ നമ്മുടെ ഹീറോയിനെ അവളുടെ മേലെ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വിളിച്ച് നോക്കാമല്ലോ, റഷ്യയിലെ ഓർഫനേജിനെ ഫസ്റ്റ് വിളിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റഷ്യയിലെ ഓർഫനേജിനെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഓർഫനേജിൽ അവർ പറയും അങ്ങനത്തെ ഒരു കുട്ടി എവിടെ ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടിയെ ഞങ്ങൾ എവിടേക്കും അയച്ചിട്ടും ഇല്ല പറഞ്ഞിട്ട് പറയണം. ഇത് കേട്ടിട്ട് അവൾക്ക് ഭയങ്കര ഷോക്കാവും. കാരണം റഷ്യത്തെ ഓർഫനേജിൽ നിന്നാണല്ലോ ഫസ്റ്റ് വന്നത്. നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ആ 2 കുട്ടികളെ വെളിയിൽ കൊണ്ടുപോയിട്ട് എസ്തർ നിങ്ങളെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചോ, സത്യം പറയണം, നിങ്ങൾ ആരും മറക്കാൻ പാടില്ല പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഡാനി വന്നിട്ട് പേടിച്ചിട്ടൊന്നും പറയണില്ല. അതേസമയത്ത് മാക്സ് അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളും ഒന്നും പറയുന്നില്ല. അതേ സമയത്ത് എസ്തർ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൂടെയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പറയും അച്ഛൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അവൻ പറയും അമ്മ വരുമ്പോഴും നമുക്ക് ഇതേ സന്തോഷം ഉണ്ടാവും. പറയുമ്പോൾ ഇല്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ അഡോപ്റ്റ് ചെയ്ത കുട്ടിയല്ലേ പറഞ്ഞിട്ട് എസ്തർ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഹീറോ പറയും ഇല്ല, നീയും എനിക്ക് മാക്സ് ഡാനി പോലെ തന്നെയാണ്, ഒരേപോലെ തന്നെ ഞങ്ങൾ നിന്നെ വളർത്തുന്നത് എന്നൊക്കെ പറയണം. എന്നിട്ട് ശരി എനിക്ക് അമ്മൻ്റെ മേലെയുള്ള കോംപ്രമൈസ് ചെയ്യുക, നീ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മൾക്ക് ഇത് പ്രശ്നം പരിഹരിക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ ആ ദിവസം രാത്രി അമ്മ നിങ്ങൾക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് പറയണേ. അപ്പോൾ എന്താ സർപ്രൈസ് കാണിക്കുക പറയുമ്പോൾ ആ ജെസിക്കൻ്റെ ആഷസ് ഉള്ള ആ ഒരു റോസ് ഇല്ലേ, ആ റോസ് എടുത്തുകൊണ്ടൊന്ന് കാണിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഇവൾ ഭയങ്കര ടെൻഷനാവും. കാരണം മരിച്ചിട്ടും ആ ഒരു പൂവാണ് ഇവൾക്ക് ജീവനുള്ള പോലെ, ജെസിക്ക ഇനിയും ജീവിച്ചിരിക്കുന്ന പോലെ. ഇതൊക്കെ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടും ഇവൾ വേണം പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചില്ലേ. അപ്പോൾ അവൾ ഭയങ്കര ടെൻഷനായിട്ട് അവളുടെ കൈ പിടിക്കുമ്പോൾ അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നു പറഞ്ഞിട്ട് എസ്തർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഗാർഡനിൽ പോയിട്ട് ഭയങ്കര സങ്കടപ്പെടും, കാരണം പൂവൊക്കെ അവിടെ നിന്ന് വെട്ടി നശിപ്പിച്ചല്ലോ. ഇതേ സമയത്ത് നമ്മുടെ എസ്തർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾ കൈ വേദനിച്ചു പറഞ്ഞില്ലേ, അപ്പോൾ ശരിക്കും കയ്യിലൊന്നും ആയിട്ടില്ല. ഇവള് ഒരു മിഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൈനെ അങ്ങനെ ഇത് ബ്രോക്ക് ചെയ്യും. ഭയങ്കര എല്ലൊക്കെ അങ്ങനെ പൊട്ടുന്നമാതിരി കാണും. ഒരു 9 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും, അമ്മ ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് എൻ്റെ കൈ പൊട്ടിയത്, എനിക്ക് നല്ല പെയിൻ ഉണ്ട് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ദിവസം വരികയാണ്. അപ്പോൾ അവളുടെ അമ്മ വന്നിട്ട് പറയും ഞാനൊന്നും അത്ര ഹാർഡായിട്ട് അവളെ പിടിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ എനിക്കൊന്ന് നോക്കണം പറയും. അപ്പോൾ ഹസ്ബൻഡ് പറയും വേണ്ട ഇപ്പോൾ നോക്കണ്ട, നമുക്ക് നാളെ സംസാരിക്കാൻ പറഞ്ഞിട്ട് അവർ പോവാണ്. ഇവള് വേണം പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഹീറോയിന് ഭയങ്കര ഡിപ്രഷനായിട്ട് അവൾ കുറച്ച് വൈൻ ബോട്ടിൽസ് വാങ്ങി വന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവൾ അത് കുടിക്കില്ല. അവൾക്ക് എന്തോ തോന്നിയിട്ട്, കാരണം അവൾ കുറച്ച് ഭയങ്കരമായിട്ട് വൈന് കുടിക്കണമായിരുന്നു, 1 വർഷമായിട്ട് നിർത്തിയതാണ്. അപ്പോൾ അതെന്തായാലും കുടിക്കണില്ല പറഞ്ഞിട്ട് അതിനെയൊക്കെ ഒഴിച്ചു കളയും. അടുത്ത ദിവസം മോർണിംഗ് ഇവരിനെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ നമ്മുടെ ഹീറോയിൻ പോവാണ്. അപ്പോൾ ഡാനിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബുക്ക് താഴ്ത്ത് വീഴും. അപ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ ഇറങ്ങി പോയതും എസ്തർ എന്ത് ചെയ്യും പറഞ്ഞാൽ മാക്സ് ഓൾറെഡി ആ കാറിലുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗിയറിലിട്ട് വിടും. കാരണം അതിൽ മാക്സിനെ കൊല്ലാൻ ശ്രമിച്ചാണ്. പക്ഷെ ആ വണ്ടി എവിടെയും പോയി ഇടിക്കാണ്ട് നേരെ ഒരു സ്നോയിൽ പോയിട്ട് ഇങ്ങനെ ക്രാഷ് ആയി നിൽക്കും. അപ്പോൾ ആ ദിവസം രാത്രി ഡോക്ടറും അവിടെ വരും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് പറയുന്നത് പറഞ്ഞാൽ നീയാണ് ഇത് കുടിച്ചിട്ട് ചെയ്തത് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു വൈൻ ബോട്ടിൽ എടുത്ത് കാണിക്കണം. ഇത് വന്നിട്ട് എസ്തറാണ് എനിക്ക് എടുത്തതെന്ന് പറയണം. കണ്ട എസ്തർ വന്നിട്ട് ഇവർ തമ്മിൽ എന്തോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ 1 വർഷമായി കുടിച്ചിട്ട് ഞാൻ ഇന്നലെ വാങ്ങി, പക്ഷെ ഒരു ഡ്രോപ്പ് പോലും ഞാൻ കുടിച്ചില്ല, അതങ്ങനെ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് പറയും നിന്നെ 1 വീക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, എന്നാൽ തന്നെ ശരിയാവുള്ളൂ എന്നൊക്കെ പറയാണ്. പക്ഷെ അവൾ കുടിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ കാരണം എസ്തർ ആണല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മാക്സിന് ഭയങ്കര സങ്കടവും. ബാക്കിലെ എസ്തർ അങ്ങനെ അവളുടെ കാതിനോട് ചേർത്ത് വന്നിട്ട് പറയും അവൾ കാത് കേൾക്കില്ല, പക്ഷെ ആ മിഷ്യൻ വെച്ചിട്ടുണ്ടല്ലോ, നീ ഇതെന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ പാരൻസിനെ ഞാൻ കൊല്ലും പറയും. ആ ദിവസം രാത്രി വന്നിട്ട് ഡാനി മാക്സിൻ്റെ റൂമിൽ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്, എന്താ ഇവിടെ സംഭവിക്കുന്നത് നീ പറ എന്നൊക്കെ പറയുമ്പോൾ മാക്സിന് പറയാൻ പറ്റില്ലല്ലോ. അവൾ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും, ഈ സിസ്റ്ററിനെ കൊന്നത്, പിന്നെ ആ കാറിനെ ഹാൻഡ് ബ്രേക്ക് ഇതാക്കിയത് എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് മാക്സ് നീ എന്താ ഇതൊന്നും അമ്മേനോട് പറയത്ത, അമ്മനെ മാത്രം നമുക്ക് രക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ പറയുമ്പോൾ മാക്സ് പറയും ഇല്ല നമുക്കത് പറയാൻ പറ്റില്ല, അവർക്കാണ് ഡേഞ്ചർ എന്നൊക്കെ പറയണം. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എല്ലാം എസ്തർ വെളിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദിവസം രാത്രി നമ്മുടെ ഹീറോയിൻ മാക്സിനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോകാലോ പറഞ്ഞിട്ട് മാക്സിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ എസ്തർ ഒരു പേയ്മാരി ഇരിക്കണം.
ഇരിക്കുന്നുണ്ടാവും. എസ്തർ വന്നിട്ട് അവളെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. നിങ്ങൾക്ക് ഫസ്റ്റ് ഇങ്ങനെ കുടിച്ചതുകൊണ്ട് മാക്സിന് എന്തോ ഡേഞ്ചർ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഹസ്ബൻഡ് ഇങ്ങനെ പറയണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ സംസാരിച്ചു കൊടുക്കുക. അമ്മ പറഞ്ഞ ബഹുമാനിയെ കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നീ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഡയറി ഞാൻ ഫുള്ളായി പഠിച്ചു, ഇതിലെല്ലാം കോമഡി ആയിട്ടുണ്ട്, നിങ്ങൾ സീരിയസ് ആയി ഫീലിംഗ് എഴുതിയതൊക്കെ എനിക്ക് ഭയങ്കര ചിരിപ്പ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് എസ്തർ അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവൾ അതിൻ്റെ ഓർഫനേജിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്കും നേരെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവളുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കണം. അവിടെ വന്നിട്ട് അവൾക്ക് ആ ബൈബിള് പിന്നെയും കിട്ടും. ആ ബൈബിളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. കാരണം അന്ന് അവൾ ആ ബൈബിൾ നേരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോക്കുമ്പോൾ അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്പറൊക്കെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഫനേജിൽ നിന്ന് ഒരു കുട്ടിയില്ലേ അങ്ങനെ പറയുമ്പോൾ ഇല്ലല്ല അങ്ങനെ ആരും ഇല്ല പറഞ്ഞിട്ട് അവർ പറയും. പക്ഷെ ഞാൻ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയണം. കാരണം ഇവിടെ ഉണ്ടാവില്ല, കാരണം ഇതൊരു ഓർഫനേജ് അല്ല, ഇതൊരു മെൻ്റൽ ഹോസ്പിറ്റലാണ് പറഞ്ഞിട്ട് അവർ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഭയങ്കര ഷോക്കാവും. ഇതേ സമയത്ത് നമ്മുടെ ഡാനി എന്താണ് ആ ട്രീ ഹൗസിൽ ഇവർ ഒളിപ്പിച്ച് വെച്ച് പറഞ്ഞിട്ട് നോക്കാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ബേസ്മെന്റിനുള്ളിൽ ഒന്നും തന്നെ കാണില്ല. അതിന്റെ ബാക്കിലെ എസ്തർ വന്ന് നിൽക്കുന്നുണ്ടാവും. ഈ എവിഡൻസ് ആണോ നീ നോക്കിയത് പറഞ്ഞിട്ട് അവന്റെ കൺമുന്നിൽ തന്നെ അത് വെച്ചിട്ട് അവിടെ നിന്ന് കൊളുത്തുകയാണ്. അതേ സമയത്ത് അവിടെ നിന്ന് ലോക്ക് ചെയ്തിട്ട് ട്രീ ഹൗസിൽ നിന്ന് എസ്തർ ഇറങ്ങിപ്പോകും. നമ്മുടെ ഡാനി ആ ട്രീ ഹൗസിന്റെ ഉള്ളിൽ തന്നെ പെടും. ട്രീ ഹൗസ് മൊത്തം അവിടെ തീ കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആ ഒരു ചെറിയൊരു ജനലിൽ കൂടെ അവൻ വെളിയിലേക്ക് താഴെ ചാടുകയാണ്. അപ്പോൾ അവൻ താഴെ ചാടിയിട്ട് അവൻ മയങ്ങി വീണിട്ട് അവിടെ കിടക്കുമ്പോൾ എസ്തർ വലിയൊരു കല്ലെടുത്തിട്ട് അവനെ ആ പ്രാവിനെ കൊന്ന പോലെ കൊല്ലാലോ പറഞ്ഞിട്ട് കല്ലെടുത്തിട്ട് ഇങ്ങനെ തലയിൽ ഇടാൻ വരുമ്പോൾ നമ്മുടെ മാക്സ് ഓടി വന്നിട്ട് അവളെ തള്ളിവിടും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ വന്നിട്ട് നമ്മുടെ ഡാനിനെ ഹോസ്പിറ്റലിലോട്ട് എടുത്തിട്ട് കൊണ്ടുപോകും. ഈ സമയത്ത് ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലാണ്. കാരണം അവൻ ഐസിയുല എന്തോ സീരിയസ് ആയിട്ട് സംഭവിച്ചു തോന്നുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയും, ഇല്ല കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ അവനിപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നാ പറയണത് പറഞ്ഞിട്ട് ഡോക്ടർ സംസാരിക്കണം. അതിനുശേഷം അവന്റെ ഗ്രാൻഡ്മ വന്നിട്ട് ഇവൾക്ക് ഒരു സോഡ എന്തോ കുടിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണ്. ഇവൾ ഇവിടുന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ്, ഇവരുടെ നിന്ന് മാറിപ്പോയിട്ട് ഇവൾ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവൾ അങ്ങനെ പോവും. മാക്സിന് ഇവളുടെ മേലെ ഒരു ഡൗട്ട് അടിക്കും. ഞാനും അവളുടെ ബാക്കിൽ പോയിട്ട് അവൾ എന്ത് ചെയ്യണം നോക്കട്ടെ പറഞ്ഞിട്ട് മാക്സും അങ്ങനെ പോവുകയാണ്. ഈ നമ്മുടെ എസ്തർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാനി അവിടെ കിടക്കുന്നുണ്ടല്ലോ, അവിടെ പോയിട്ട് ആ മാസ്ക് ഊരിയിട്ട് ഒരു തലാനി എടുത്തിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മാക്സ് എസ്തറിനെ കാണാത്തതുകൊണ്ട് തന്നെ ഓടി വന്നിട്ട് അമ്മനെ വിളിച്ചിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട് പറയും. അപ്പോൾ തന്നെ ഐസിയുയിൽ ആർക്കെങ്കിലും സീരിയസ് ആയാൽ അവിടെ ഒരു അലാറം അടിക്കും. അങ്ങനെ അലാറം അടിക്കുമ്പോൾ എല്ലാ ഡോക്ടറും കൂടെ ഐസിയുലേക്ക് ഓടി പോവുകയാണ്. ഇത് കണ്ട് ടെൻഷനായ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് എസ്തറിന്റെ കരണക്കുട്ടി അടിച്ച് ഒന്ന് കൊടുക്കും. അവൾ അവിടെ അങ്ങനെ മയങ്ങി വീഴും. അപ്പോൾ നമ്മുടെ ഹീറോയിന് എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് അവിടെയുള്ള കമ്പൗണ്ടർ അവരൊക്കെ വന്നിട്ട് ഇവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇവളിനെ അവിടെ കിടത്തുകയാണ്. നമ്മുടെ ഹീറോയിനെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. അതേ സമയത്ത് ഇവരൊക്കെ കൂടെ വീട്ടിൽ വന്നല്ലോ. വീട്ടിൽ വരുമ്പോൾ മാക്സിനെ ഉറങ്ങാൻ വെച്ചിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് അവിടെ ഇരിക്കും. ആ സമയത്ത് എസ്തർ വലിയൊരു സ്ത്രീനെ പോലെ ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അടുത്തിരുന്നിട്ട് നമ്മുടെ ഹീറോയിനെ തന്നെ ഇവള് സെഡ്യൂസ് ചെയ്യും. അപ്പോൾ അവന് പെട്ടെന്ന് അങ്ങനെ മാറിയിട്ട്, നീ എന്താ കാണിക്കുന്നത്, ഞാൻ നിന്റെ അച്ഛനാണ്, നീ ശരിയില്ല, നിന്റെ ക്യാരക്ടർ ഒന്നും ശരിയില്ല, നീ എന്താണ്, നീ മിണ്ടാണ്ട് റൂമിൽ പോ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ അവൾ അങ്ങനെ ഭയങ്കര ടെൻഷനിൽ എണിച്ച് പോവാണ്. വലിയ ഏതൊരു സ്ത്രീ ഒരു ചെക്കനെ ട്രൈ ചെയ്തിട്ട് നടക്കാത്ത മാതിരി, അതാണ് ആ മുഖഭാവം. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇങ്ങനെ എണിച്ച് പോയിട്ട് അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണല്ലോ. അവൾക്ക് കോൾ വരികയാണ്. അപ്പോൾ ആ കോളിൽ ആരാണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ വന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, നിങ്ങൾ അയച്ച ഫോട്ടോ ഞാൻ കണ്ടു, ആ കുട്ടി ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടോ, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കണം പറയും. ഇല്ല എൻ്റെ അടുത്തില്ല, എന്താണെന്ന് പറയുമോ. അവൾ വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പറയും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡിനെ വിളിക്കണോ, അവരിനെയൊക്കെ വെളിയിൽ വരാൻ പറയും. എത്ര ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുമോ അത്ര ദൂരം അവളിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റും. അവൾ അത്ര ഡേഞ്ചറാണ്, അവളൊരു സൈക്കോ ആണ്, അവളൊന്നും ഒരു ചെറിയ കുട്ടിയല്ല, അവൾ വലിയൊരു സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഡോക്ടർ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഫോട്ടോ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ഞാൻ അയച്ചത് വന്നിട്ട് ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടീൻ്റെ ഫോട്ടോ ആണ് അയച്ചത് പറയണം നമ്മുടെ ഹീറോയിൻ. ഈ സമയത്താണ് നമ്മൾക്ക് വലിയൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആ ഡോക്ടർ പറയണ അവൾക്ക് ജനറ്റിക് ഒരു ഹാർമോൺ ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ട് അവളെ കാണാൻ ചെറിയ കുട്ടീനെ പോലെ തന്നെ ഉണ്ടാവും. ശരിക്കും അവൾ വന്നിട്ട് 33 വയസ്സായ ഒരു സ്ത്രീയാണ് പറയും. ഈ സമയത്ത് നമ്മുടെ എസ്തറിനെ കാണിക്കും. അവൾ വന്നിട്ട് ആ മുഖത്തിലുള്ള മേക്കപ്പ് ഒക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ ശരിക്കും എന്തൊരു ഭയങ്കര ഏജ്ഡ് പേഴ്സൺ പോലെ തന്നെ ഉണ്ടാകും. നമുക്കൊക്കെ ഒരുമാതിരി ഉണ്ടാവും ഈ സീന് കാണുമ്പോൾ തന്നെ. കാരണം അവളുടെ പല്ല് സെറ്റാണ്, അവളുടെ പല്ലൊക്കെ ഭയങ്കര കേട് വന്ന ഏജ്ഡ് പീപ്പിൾസിന്റെ ടീത്ത് പോലെ ഉണ്ടാവും. അവളുടെ ബോഡി മാത്രം തന്നെ 9 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അവൾ ശരിക്കും 33 വയസ്സാണ്. അവളുടെ കഴുത്തിലും കയ്യിലും ഒരു വലിയ തഴമ്പുണ്ടാവും. കാരണം ഞങ്ങൾ അവളിനെ ചങ്ങലയ്ക്കാണ് ഇട്ട് വെച്ചത്. അവൾ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ് പറയും. നിങ്ങൾ ആ
പറയുമ്പോൾ കണ്ടൊന്നും ഇല്ലയോ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല, അവളൊരു ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ആ എസ്തർ കയ്യിലും കഴുത്തിലൊക്കെ ആ ബാൻഡ് ഇട്ടിരിക്കുന്നത്. അതിൽ തൊട്ട് അവൾ ഭയങ്കര ഷൗട്ട് ചെയ്യാൻ കാരണം തന്നെ ഇതാണ്. ഇതിന് മുമ്പ് അവൾ 7 പേരിനെ കൊന്നിട്ടുണ്ട്. അതുമാത്രമല്ല അവളിനെ അഡോപ്റ്റ് ചെയ്തിട്ട് പോയ ഒരു ഫാമിലിയിലുള്ള ആ ഒരു ഹസ്ബൻഡിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ട് അയാൾ സമ്മതിച്ചില്ല പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്നിട്ട് ആ വീട്ടിനെ തന്നെ തീ കൊളുത്തിയിട്ട് ഇവള് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണം. നമ്മുടെ ഹീറോയിൻ ഇത് കേട്ട് ടെൻഷനായിട്ട് കാർ എടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഹസ്ബൻഡിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുകയില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഫോൺ അവിടെ കാണും. അത് എടുക്കാൻ പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ ഫുൾ പവർ കട്ടാവും. അവിടെ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ എല്ലാത്തിനെയും കേട് വരുത്തിയിട്ടുണ്ടാവും. ഇതിനൊക്കെ കാരണം എസ്തർ ആണെന്ന് മനസ്സിലായിട്ട് തിരിഞ്ഞ് നോക്കിയതും കത്തി എടുത്ത് തന്നെ നെഞ്ചിൽ ഒരു കുത്ത് എസ്തർ അങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അവൾ അവിടെ നിന്ന് ഒരു സൈക്കോയി മാറുകയാണ്. ഭയങ്കര കുത്തും. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പല്ലും എല്ലാം കണ്ടോ. അവൾ ഭയങ്കരമായിട്ട് കുത്തിയിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ തന്നെ കൊന്നു. നമ്മുടെ ഹീറോയിൻ വീട്ടിലെത്തിയിട്ട് ഹീറോയിനെ കാണുകയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാകുമ്പോൾ അവളുടെ ഹസ്ബൻഡ് മരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേലെ മാക്സ് ഉണ്ടാവുമല്ലോ, മാക്സ് പറഞ്ഞിട്ട് മേലെ പോയി നോക്കുകയാണ്. ഇവള് മേലെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടാവും. ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിട്ട് ഇവളുടെ മേലെ ഒരു ബുള്ളറ്റ് കൊള്ളും. നോക്കണു ഇവള് താഴത്തുനിന്ന് എസ്തർ താഴത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റായി ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവള് മേലെ കൊണ്ടുണ്ടാവും. അപ്പോൾ ഇവള് ഓടിപ്പോയിട്ട് അവിടെ ഒരു വിൻഡോ ഉണ്ടാവും. വിൻഡോന്റെ വെളിയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എസ്തർ ഇങ്ങനെ തപ്പുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ടാവില്ല. മാക്സ് അവിടെ നോക്കുമ്പോൾ മാക്സ് ആ ഗാർഡൻ ഉണ്ടല്ലോ, ഗാർഡൻ ഏരിയയിൽ കുറേ ചെടികളുണ്ട്, അവിടെ പോയി ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. നമ്മുടെ ഹീറോയിൻ വന്നിട്ട് മേലെയാണല്ലോ, മേലെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലൂടെ നമ്മുടെ മാക്സിനെ കാണാൻ പറ്റും. മാക്സിനെ കാണാൻ ഭയങ്കര പാവമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ മാക്സിനെ കൊണ്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കണം, നീ അവിടെ നിന്ന് മാറുകയോ വേണ്ട, ഞാൻ ഇപ്പോൾ വരാം, അമ്മ ഇപ്പോൾ അടുത്ത് വരാൻ പറഞ്ഞിട്ട് സംസാരിക്കണം. ഈ ടൈമിൽ എസ്തർ അവിടേക്ക് വരും. എസ്തർ വന്നിട്ട് നമ്മുടെ മാക്സിനെ കാണും. മാക്സിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മേലെ നിന്ന് കണ്ണാടി ചില്ല് പൊട്ടിച്ചിട്ട് എസ്തറിന്റെ മേലെ ചാടുകയാണ്. എസ്തർ വന്നിട്ട് അവിടെ മയങ്ങി വീഴും. ഈ ടൈം നോക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ മാക്സിനെ തൂക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറഞ്ഞിട്ട് പോവാണ്. ഈ ടൈമിൽ അവിടെ പോലീസ് വന്നിട്ടുണ്ടാവും. പോലീസിനെ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പോലീസ് അവിടെ വന്ന് നോക്കണു, എസ്തറിനെ അവിടെ കാണാനില്ല. ഈ എസ്തർ വന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ഹീറോയിന്റെ ബാക്കിലേ ഓടി വരുന്നുണ്ടാവും. ഹീറോയിൻ കാണില്ല. പെട്ടെന്ന് ഹീറോയിൻ ഗണ്ണെടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ തന്നെ എസ്തർ അവളുടെ മേലെ ചാടും. ഇവർ രണ്ടുപേരും കൂടെ ഐസായ ഒരു കുളം ഉണ്ടാവില്ല, ആ കുളത്തിൽ പോയിട്ട് അങ്ങനെ വീഴും. ഫുൾ ഐസാണ്. അവർ അവിടെ അങ്ങനെ വീണ് കിടക്കണം. ഇവർ തമ്മിൽ അവിടെ ഭയങ്കര ഫൈറ്റ് നടക്കും. ഈ ടൈമിൽ ആ ഗണ്ണ് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് മാക്സ് ആ ഗണ്ണ് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കണം. പക്ഷെ അവൾ ചെറിയ കുട്ടിയാണല്ലോ, അവൾക്ക് അത്ര എയിമിങ് കിട്ടില്ല. അപ്പോൾ ആ ബുള്ളറ്റ് നേരെ പോയിട്ട് ആ കുളത്തിൽ പോടുകയാണ്. കുളം അങ്ങനെ പൊട്ടി താഴത്ത് ഇവർ രണ്ടുപേരും കൂടെ വെള്ളത്തിൽ വീഴും. എങ്ങനെയോ അവിടെ നിന്ന് മെല്ലെ രക്ഷപ്പെട്ട് നമ്മുടെ ഹീറോയിൻ എണിച്ച് വരും. അതേ സമയത്ത് തന്നെ ആ കാല് പിടിച്ചിട്ട് എസ്തറും എണിച്ച് വരും. എസ്തർ വന്നിട്ട് എന്നെ രക്ഷിക്കും മമ്മി പറഞ്ഞിട്ട് ഇവളിനെ കൊണ്ട് പറയാണ്. അപ്പം നമ്മുടെ ഹീറോയിന് ടെൻഷനായിട്ട് കാല് കൊണ്ട് തന്നെ അവളുടെ മുഖത്ത് ഒരു ചവിട്ട്, അവളുടെ കഴുത്ത് അങ്ങനെയോ പൊട്ടിയിട്ട് അവൾ അങ്ങനെ ആ കുളത്തിൽ വീണ് മരിക്കും. ഇപ്പം നമ്മുടെ മാക്സിനെ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് അങ്ങനെ മെല്ലെ നടന്നു പോവുകയാണ്. പോലീസുകാർ വരും, അവർ രണ്ടുപേരെയും അവിടെ നിന്ന് വിളിച്ചിട്ട് പോകും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഈ മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു മോട്ടിവേഷൻ തരിക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് 1 സെക്കൻഡ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത മൂവിയിൽ മീറ്റ് ചെയ്യുക. അതുവരെ ബൈ.